ഒരു പ്രഗ്നൻ്റ് ആയാൽ നമ്മൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്ത് ചെയ്യരുത്. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവാന്നുള്ളത് അവർക്കത് ചെറുപ്പം തൊട്ട് തന്നെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. കുട്ടീനെ കയ്യിൽ കിട്ടുമ്പോൾ അത് വേറൊരു ഇമോഷൻ തന്നെയായിരുന്നു. ആദ്യമായിട്ട് അമ്മമാരാകുന്നവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. പപ്പാഴ അല്ലെങ്കിൽ പൈനാപ്പിള് ഡേറ്റ്സ് ഒക്കെ കഴിച്ചാൽ അബോഷൻ ആവുന്നുള്ളത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കേണ്ടത്. കമർന്ന് എന്തായാലും കിടക്കരുത്, അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യും, ഗ്രോത്തിനെ. കമർന്ന് കിടക്കരുത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ലോങ് ഡ്രൈവ് ഒഴിവാക്കാം. പൈൽസും അതേപോലെ വെരിക്കോസ് വെയിനും രണ്ടും വളരെ കോമൺ ആണ് പ്രഗ്നൻസി ടൈമിൽ. ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ കാലില് മുഖത്തൊക്കെ നീര് കാണാറുണ്ടല്ലോ, അത് നോർമലാണോ? ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടിയുടെ അനക്കം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടണം. ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സെക്സ് പോസിബിൾ ആണോ? പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ആക്കണമെന്ന് ഒരു ആവശ്യമില്ല. ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള വഴിയുണ്ടോ? അതൊക്കെ ജസ്റ്റ് ഒരു മിത്സ് ആണ്. അങ്ങനെയൊന്നും നമുക്കൊരു കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. വയറിന്റെ സൈസും അതേപോലെ കുട്ടി ആണാണോ പെണ്ണാണോ സെക്സ് ഡിറ്റർമിനേഷൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. വെള്ളം പോയി, കംപ്ലീറ്റ് പോയി, പെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എമർജൻസിയാണ്. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കുട്ടിയാവുക, പിന്നെ പ്രഗ്നൻ്റ് ആവുക, അത് ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുട്ടീനെ നോക്കുക, കുട്ടി ആവുക എന്നുള്ള പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഈ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രഗ്നൻ്റ് ആയാൽ നമ്മൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ്. കാരണം മിച്ച അത്രത്തോളം എന്തുണ്ട് നമ്മുടെ അടുത്തുണ്ട്. കാരണം പ്രഗ്നൻ്റ് ആയാൽ നമ്മളെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്കാനുകളും ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് ആളുകൾക്കുണ്ട്. പിന്നെ ഒരുപാട് മിത്സ് ഞാൻ പറഞ്ഞ പോലെ പപ്പായ കഴിച്ചാൽ, പൈനാപ്പിൾ കഴിച്ചാൽ അബോഷൻ ആവുക, പിന്നെ കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടി വെളുക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഡോക്ടർക്കൊപ്പം ഒരുപാട് ഇത്തരം കേസുകൾ കണ്ടിട്ടുള്ള ആളുകളാണ്. ഇന്ന് നമ്മളോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഡോക്ടർ ജുമാന ഹസീനാണ്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ തന്നെ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം. ഡോക്ടറെ, ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി തന്നത് പോലെ നല്ല ഹാപ്പിനെസ് ഉണ്ടാവുന്ന ഒരു സമയമാണല്ലോ. ഡോക്ടറുടെ ജീവിതത്തിൽ ഡോക്ടർ ഒരു ഉമ്മയും കൂടിയാണ്. എന്തായിരുന്നു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡോക്ടറുടെ ഒരു ആ മൊമെന്റ് കൺസീവിംഗ് പോസിറ്റീവ് ആയ ഒരു ടൈമിൽ, അതും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ടൈമും കൺസീവിംഗ് പോസിറ്റീവ്. ആദ്യമായിട്ട് നമ്മൾ കൺസീവിംഗ് പോസിറ്റീവ് ആ 2 ലൈൻസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ബിക്കോസ് നമ്മൾ എസ്പെഷ്യലി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവാന്നുള്ളത് അവർക്കത് ചെറുപ്പം തൊട്ട് തന്നെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് അത്രയും ഹാപ്പിനെസ് നിറഞ്ഞതായിരുന്നു. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റതിലപ്പുറമായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഡെലിവറി കുട്ടീനെ കയ്യിൽ കിട്ടുമ്പോൾ അത് വേറൊരു ഇമോഷൻ തന്നെയായിരുന്നു. നമ്മളെപ്പോലെ നമ്മുടെ ചെറിയൊരു നമ്മുടെ അതേക്കെ കണ്ണ് മൂക്ക് അങ്ങനെ കമ്പയർ ചെയ്യുക, അങ്ങനെ ഇതൊക്കെ ആയിട്ട് ടോട്ടൽ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു കൺസീവിങ് ടൈമിലും അതേപോലെ ആഫ്റ്റർ ഡെലിവറിയും. ആ കുട്ടി കിട്ടുന്നത് വരെ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ കുട്ടി മാത്രമല്ല, നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. ഒരു പുതിയൊരു അമ്മ, പുതിയൊരു ഉപ്പ, പുതിയൊരു ഫാദർ, അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. അപ്പം നമ്മളിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും, എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു പാരൻറ്റിങ്, അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ തോട്ട്സ് കൂടുതലായിട്ടും പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കുട്ടി എന്ന് പറയുന്നത്, ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രമല്ല, ഒരു പുതിയ അച്ഛനും അമ്മയും കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അത് എന്താ പറയുക, അത്രയും പ്രഷറുള്ളൊരു കാര്യമാണ്. നമുക്കല്ല, നമ്മളെ കൂടെ ഇപ്പോൾ ബ്രദറിൻ്റെ കുട്ടികളോ സിസ്റ്ററിൻ്റെ കുട്ടികളൊക്കെ ആവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സന്തോഷമാണ്, നമ്മൾ ആരൊക്കെ ആണ് എന്നുള്ളത് തോന്നുന്നത്. നമുക്ക് ഭയങ്കര ആ കുട്ടിയെ കാണുക, ആ കുട്ടിയെ കളിപ്പിക്കുക. ഇത് കുട്ടിയായിട്ട് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊന്ന് ഷൂട്ടിന് പോരുന്നതിൻ്റെ തലേന്ന് പോലും ഞാൻ ചെയ്തിട്ടുള്ളത് ഉറങ്ങാൻ കിടന്ന കുട്ടിയെ കളിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. സ്ട്രെസ് ഉള്ള കാര്യങ്ങൾ പോലും അവിടെ നമുക്കത് ഭയങ്കര ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മളെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു മൊമെൻ്റാണ് നമ്മളെ കുട്ടികളെന്ന് പറയുന്നത്. എപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ സിസ്റ്റർ കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി കൂടുമ്പോൾ വീടൊരു ഭയങ്കര ഹാപ്പി. അവർ പോയാൽ വീട് ഉറങ്ങി എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പം ഡോക്ടർക്കും അതുപോലെ തന്നെ ആയിരിക്കും. ഇതിൽ ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു കുട്ടി ആയാൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ. അത് നമ്മൾ കൺസീവ് ആകുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ആയിട്ട് കുറേ പേര് വരും. നമ്മളത് പോസിറ്റീവ് ആയി എന്ന് പറയുമ്പോഴേക്കും തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായി പലതും
കേൾക്കാൻ പറ്റുന്നതായിരിക്കും, ചിലതൊക്കെ മിത്സ് ആയിരിക്കും. കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അത് ടെൻഷനാണ്. ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. നമ്മളത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ. അതെ. കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനിടയ്ക്കാണ് കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും മിത്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പാലിക്കണോ, ഇത് ചെയ്യണോ, ഇത് വേണ്ടയോ, എന്താന്നുള്ളത് ആദ്യമായിട്ട് അമ്മമാരാകുന്നവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതെ, അതെ. അല്ല ഇപ്പം ശരിക്കും നമുക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആണോ അല്ലേ എന്നുള്ളത് ചില സമയത്ത് അവർ ടെസ്റ്റാണ് നമ്മൾ എന്താ പറയുക നമ്മളെ യൂറിൻ ടെസ്റ്റ്. ഇതിൽ UPT പറയും, ആ. പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ്. ഓക്കെ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുൾപ്പെടെ എല്ലാവരും നമ്മളിത് പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലോ. പീരീഡിൻ്റെ ഡേറ്റ് വരെ ഇങ്ങനെ കാത്തു നിൽക്കും. അത് ഒരു ദിവസം ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തൊട്ട് കാർഡ് ഇടാൻ തുടങ്ങും. അപ്പോൾ അതിൽ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കര വിഷമം ഇങ്ങനെ പലർക്കും കാണാറുണ്ട്. ഇതിലെന്താ വെച്ചാൽ നമ്മൾ എപ്പോഴാണ് കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ പീരീഡ്സ് മിസ്സായിട്ട് ഒരു 10 ഡേയ്സ് 1 വീക്ക് എങ്കിലും കഴിഞ്ഞ് 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂറിൻ പ്രഗ്നൻറ്റ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയും. അതിലും ഏർലി മോർണിംഗ് യൂറിൻ, അതും മിഡ് യൂറിൻ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിൽ കറക്റ്റ് റിസൾട്ട് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയണം എനിക്കിപ്പോൾ കൺസീവ് ആണോ ഇല്ലയോ എന്ന്, ഇപ്പോൾ ഇന്നലെ പീരീഡിൻ്റെ ഡേറ്റാണ് എനിക്ക് ഇന്ന് തന്നെ അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾ UPT അല്ല, കാർഡ് ടെസ്റ്റ് അല്ല ചെയ്യേണ്ടത്. നേരെ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്തത്, β-HCG. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവുലേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് രക്തത്തിൽ അത് കൂടിയിട്ടുണ്ടോ, 50ഉം 100ഉം ലെവലിലൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീവിങ് പോസിറ്റീവ് ആണ് എന്നാണ് അർത്ഥം. ഈ പീരീഡ്സ് തെറ്റുന്നതല്ലാതെ നമ്മൾ ഗർഭിണിയാവുന്ന സമയത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മളെ ബോഡി കാണിച്ചു തരുമോ? തീർച്ചയായിട്ടും ആ ലക്ഷണങ്ങളെല്ലാം തന്നെ ചെറുതായിട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മൾ കുറേ ഫിലിംസിലൊക്കെ പറഞ്ഞതൊക്കെ കുറച്ച് വരും. എന്നാലും നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വോമിറ്റിംഗ് സെൻസേഷൻ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ചിലർക്ക് പ്രഗ്നൻ്റ് ആയതേ അറിയില്ല എന്ന് പറയും. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. അതെ, അതെ, അതെ. ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോൾ ഒരു 70% ആളുകളിലും ഈ വോമിറ്റിംഗ് സെൻസേഷൻ പ്രശ്നമുണ്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ ഹോർമോൺ ഡിഫറൻസ് വരുന്നത് കൊണ്ട് നമുക്ക് സ്മെൽ സെൻസേഷൻ കൂടും. അതായത് എന്തെങ്കിലും ആരുടെങ്കിലും ഒരു വേർപ്പിൻ്റെ സ്മെല്ലോ, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, എന്തെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്യുന്ന സ്മെൽ, ഇതൊക്കെ അവർക്ക് മുന്നേ ഒന്നും ഇത് അവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മണം അവർ പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവർ ഇറിറ്റേറ്റ് ആവും, അവർക്ക് തീരെ പറ്റില്ല. പിന്നെ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ആവുക, എപ്പോഴും കിടക്കണം, അങ്ങനെ തലകറക്കം, അത് എല്ലാവർക്കും ഒരു ഇഷ്യൂസ് ആയിട്ട് തന്നെ കാണാറുണ്ട്. കാരണം HB ചെറിയ തോതിൽ വ്യത്യാസം വരും, BP-യിലൊക്കെ വ്യത്യാസം വരും. പുതിയൊരു കുട്ടി ഉള്ളിലേക്ക് ഗ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ബോഡിയിൽ കാണിക്കാനായിട്ട് തുടങ്ങും. ചില സമയത്ത് ക്ഷീണം, ഛർദി, അതേപോലെ തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. ഈ ആദ്യം പ്രഗ്നൻ്റ് ആയ ടൈമുകളിലൊന്നും അമിതമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല. ഭക്ഷണത്തോട് തന്നെ ഒരു വെറുപ്പുണ്ടാവും. അത് കണ്ടാൽ തീരെ പറ്റില്ല. ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ചിലർ വേണ്ട കാണണ്ട എന്നുള്ള രീതിക്ക് തന്നെ പണ്ട് നല്ല ഒരുപാട് ആഗ്രഹത്തോടെ കഴിച്ച ഭക്ഷണമായിരിക്കും, എന്നാൽ അതിപ്പോൾ കാണുന്നത് തന്നെ തീരെ പറ്റാത്ത അവസ്ഥ. ഇങ്ങനത്തെ ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. ഇപ്പം അങ്ങനെ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻ്റ് ആണ് എന്ന് നമ്മളിപ്പോൾ കാർഡ് ടെസ്റ്റ് 10 ദിവസം വൈകി നമ്മൾ കാർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ സ്കാൻ എടുക്കാനായിട്ട് പോവരുത്. നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, ഇല്ലയെന്ന് പറയുന്നില്ല. നമുക്ക് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് ദൂരെയാണ് പോയി ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഒരു 50 ഡേയ്സ് ഒക്കെ ആവുന്ന ടൈമിൽ 50-52 ദിവസത്തിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുക. ഇപ്പം എല്ലാവരും ധൃതി പിടിച്ച് അത് ഗൈനക്കോളജിസ്റ്റും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അവർ പോയ ഉടനെ തന്നെ ഇപ്പോൾ കൺഫേം ആയി 1 വീക്കിനുള്ളിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. അത് ജസ്റ്റ് കടുകുമണിനേക്കാൾ ചെറിയൊരു ലെവലിൽ കൂടുതൽ, അത്രേ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറയും ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ കുട്ടിയുടെ. ഇത് ആലോചിച്ച് പിന്നെ ടെൻഷനാണ്. ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ കുട്ടിക്ക് വളർച്ച ശരിയല്ല. എങ്ങനെ 1 വീക്ക് മാത്രം തെറ്റിയിട്ടുള്ളതിൽ എവിടെ വളർച്ച കാണാനാ? ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ടെൻഷൻ ഓവറിയിടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു കറക്റ്റ് ഒരു 2 മന്ത് ഓൾമോസ്റ്റ് ആവുന്ന ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്താൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലെന്താണ് എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് കുറവാണോ എന്താണെന്നുള്ളത്. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻറ്റ് പോസിറ്റീവ് ആയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 52 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ പിന്നെ സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയാൽ നമ്മൾ അവിടെ എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടോ? പ്രഗ്നൻസി പോസിറ്റീവ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ടെസ്റ്റ്, β-HCG, അത് മാത്രമാണ്. പിന്നെ നമ്മൾ ടെസ്റ്റുകൾ ഡോക്ടറെ കാണുന്ന ടൈമിൽ ഡോക്ടേഴ്സ് എഴുതി തരാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടെസ്റ്റ്. ഒന്ന് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, എന്തെങ്കിലും STDs, HIV പോലുള്ള ഡിസീസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അതേപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കാര്യങ്ങളും, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, കട്ട പിടിക്കുന്നതിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും ESRും ഒക്കെ ചെക്ക് ചെയ്യും.
HB മെയിനായിട്ട് ചെക്ക് ചെയ്യും. കാരണം അത് കുറവുണ്ടോ, എന്താണ് ലെവല്, എന്തെങ്കിലും അതിന് വേണ്ടി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരുമോ കൂടുതലായിട്ട് എന്നുള്ളത് അത് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു CBC ESR പറയും. പിന്നെ യൂറിനും ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാനായിട്ട് പറയും. യൂറിനിൽ ഇൻഫെക്ഷനോ വേറെ വല്ലതും ഉണ്ടോ എന്നും കൂടെ ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് പറയും. ഇതാണ് ജനറലി ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന ആ സമയത്ത് അവർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവോ അല്ലെങ്കിൽ അത് നോർമലാണോ? എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഒരു 50% കേസസിൽ ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ട്. ഇനി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആയത് തന്നെ അറിയില്ല, ഈ സിംറ്റംസ് ഒന്നും കാണില്ല. ഇറ്റ് ഡിപ്പെൻസ്, അത് ഓരോ പേഴ്സണും വേരി ചെയ്യും. എല്ലാവർക്കും ഒരേപോലെയല്ല. ഈ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ പ്രഗ്നൻ്റ് ആവുമെന്ന് പറയുമ്പോഴേക്കും വോമിറ്റിംഗ് ആണ്, ഛർദ്ദിക്കുക, ഓക്കാനിക്കുക, ഇത് മാത്രമല്ല ലക്ഷണം. ഇത് beta-HCG ആ ഒരു ഹോർമോൺ ലെവല് ഒരു തോതിൽ കൂടുന്നത് കൊണ്ട് വരുന്നതാണ്. പക്ഷെ അധികം ആളുകളിലും ഇത് നോർമലാണ്. ആദ്യത്തെ 3 മാസം ഏർലി മോർണിംഗ് സിക്നെസ് എന്ന് പറയും. രാവിലെ എണീറ്റ ഉടനെ ഓക്കാനിക്കാനായിട്ട് വരിക, ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കണ്ട അത് കേട്ടാൽ തന്നെ അപ്പം തന്നെ സ്മെല്ല് ചെയ്ത് അപ്പം തന്നെ ഓക്കാനിക്കാൻ വരെ, ഇത് വളരെ കോമൺ ആണ്. അത് ഹോർമോൺ beta-HCG നമുക്ക് പുതിയതായിട്ട് ശരീരത്തിൽ എൻ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു അഡാപ്റ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 4 മാസമൊക്കെ എത്തുമ്പോഴേക്കും ഈ സിംറ്റം ഛർദി, ഓക്കാനിക്കൽ ഇതൊക്കെ കുറഞ്ഞു വരും. കുറച്ച് ചെറിയ തോതിൽ ഛർദ്ദിക്കണത് ഓക്കെ, ബട്ട് ഹൈപ്പർ എമിസിസ് ഗ്രാവിഡോറം എന്ന് പറയും, അമിതമായിട്ട് ഛർദ്ദിക്കുക, അതായത് സോഡിയം ലെവലൊക്കെ കുറഞ്ഞു പോകത്തക്ക രീതിയിൽ, അത് എമർജൻസി ആയിട്ട് തന്നെ പോയി നമുക്ക് IV ട്രിപ്പും കാര്യങ്ങളൊക്കെ കയറ്റാനുള്ളതാണ്. ചെറിയ തോതിൽ ഓക്കാനിക്കാൻ വരിക. പിന്നെ അതേപോലെ ആദ്യത്തെ 3 മാസം വെയിറ്റ് കൂടണമെന്നില്ല. വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞായിരിക്കും, കാരണം ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മുടെ വിചാരം കുട്ടിക്ക് ഭക്ഷണം എത്തുന്നില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കുട്ടിക്കുള്ളത് എടുത്തോളും. നമ്മൾ കുറച്ച് വീക്കാവും മേ ബി. ആദ്യത്തെ 3 മാസം വെയിറ്റ് ചിലർക്ക് കുറയാനാണ് സാധ്യത, അങ്ങനെ കൂടി വരില്ല. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ അപ്പം നമുക്ക് വെയിറ്റ് കുറഞ്ഞു വരും കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അതുമുതൽ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ, നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ ഫോളിക് ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം റെഗുലറായിട്ട് എടുക്കണം. അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. നട്ട്സ് എടുക്കണം. പിന്നെ എളുപ്പം ദഹിക്കാവുന്ന ഭക്ഷണമാണ് കുറച്ചുകൂടെ എടുക്കേണ്ടത്. അതുപോലെ പാല്, മുട്ട, ബിക്കോസ് കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും അമ്മയുടെ ഫീഡിങ് അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കൂടുതലും കഴിക്കാനായിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ, പിന്നെ ഓക്കാനിക്കാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ റെഗുലറായിട്ട് തന്നെ എടുക്കാനായിട്ട് പറയാം നമുക്ക്. ഡോക്ടർ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം സംസാരിച്ച സമയത്താണ് എനിക്ക് ഒരു ബ്ലെൻഡർ ഓർമ്മ വരുന്നത്. നമ്മളെ പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ, ഡേറ്റ്സ് ഒക്കെ കഴിച്ചാൽ അബോഷൻ ആവുമെന്നുള്ളത്, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് വെറും ഒരു മിത്സ് മാത്രമാണ്. പൈനാപ്പിളിൽ ബ്രൊമിലിൻ എന്നുള്ളൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം വന്നിട്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പാക്കും. നമ്മുടെ കുട്ടി എംബ്രിയോ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഈ ബ്രൊമിലിൻ എന്നത് നമ്മളിപ്പോൾ എത്ര വെച്ചാൽ ഒരു ലോഡ് പൈനാപ്പിൾ കഴിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ അബോഷൻ ഇൻഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ആക്ഷൻ അതിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3-4 പീസ് കഴിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാക്കില്ല. അതേപോലെ തന്നെയാണ് പപ്പായയും അങ്ങനെ അതൊരു അന്ധവിശ്വാസമാണ്. 1-2 പീസ് കഴിച്ചത് കൊണ്ട് ഒരിക്കലും അബോഷൻ ആവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ അബോഷൻ ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരം കുറേ ഇത് മാത്രം കഴിച്ചാൽ അബോഷൻ ആവുമല്ലോ. അബോഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ കുറേ പേരുണ്ട്. അവർക്ക് ഇത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. ഇല്ല, അത് ജസ്റ്റ് നമ്മുടെ മിത്സ് മാത്രമാണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ പീരിയഡ് സ്റ്റിമുലേറ്റ് ആകും. പീരിയഡിൻ്റെ റെഗുലേഷൻ, ഹോർമോൺ റെഗുലേഷന് നല്ലതാണ് ഈ 2 ഫ്രൂട്ട്സും. പക്ഷേ ഇത് കാരണം അബോഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ അബോഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദിവസവും 10 പപ്പായ, 12 പപ്പായ, 10-12 പൈനാപ്പിളൊക്കെ കഴിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ആക്ഷൻ പറ്റില്ല. അപ്പൊ ഇത് മിത്ത് മാത്രമാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് എന്തെങ്കിലും കണക്കുകളുണ്ടോ? ലൈക്ക് ഗർഭിണി ഇത്ര വെയിറ്റ് വേണം, നമ്മളെ കുട്ടിക്ക് ഇത്ര വെയിറ്റ് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടി എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കടുകുമണിയുടെ നിന്ന് ചെറിയ ലെവലിൽ നെല്ലിക്കയുടെ സൈസ് അങ്ങനെ അതിൽ എത്തുന്നുണ്ടാവുള്ളൂ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അമ്മയ്ക്ക് ഒരു വെയിറ്റ് ഗെയിൻ എന്ന് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ആഴ്ചയ്ക്ക് ഒരു 1/2 കിലോ അങ്ങനെ കൂടണം. അതായത് ഒരു മാസത്തിൽ ഒരു 2 കിലോ കൂടിയാൽ മതി. ഇൻ കേസ് നിങ്ങൾ 1 കിലോയെ കൂടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അല്ല, ഒരു 1/2 കിലോ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് കണക്കാക്കിക്കോളും. മൊത്തം ഹോൾ പ്രഗ്നൻസിയിൽ നമ്മളിപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് എന്താണോ അതിൻ്റെ നോർമൽ വെയിറ്റ് ഉള്ള ആൾ, BMI യിലുള്ള ആൾക്കാണെങ്കിൽ 12.5 kg കൂടണം. 12.5 kg ഈ ടോട്ടൽ ത്രൂ ഔട്ട് ദ 9 monthsനുള്ളിൽ അത്രയും കയറിയാൽ മതി. അത്രയേ വേണ്ടൂ. ഇനി ഇതിൽ ഒബീസ് ആയിട്ടുള്ളവരാണ്, ഭയങ്കര തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 7 കിലോ കയറിയാൽ മതി.
ഇനി അണ്ടർ വെയിറ്റ് ആണ്, അതായത് ഇപ്പോൾ BMI 18 താഴെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അതെ അതെ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ, ഈ 12 16 17 kg കൂടണം. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. നോർമലി 12.5-13 കിലോ, ഓക്കെ അത് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ്. ഓക്കെ. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗർഭിണികൾക്ക് വെയിറ്റ് കൂടാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെലിഞ്ഞിട്ടുള്ളവരാണ് ഭയങ്കര ആ, ആ, ഭക്ഷണം എത്ര കഴിച്ചാലും അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടാനായിട്ട് പാല് നല്ലതാണ്. അതേപോലെ റെഡ് മീറ്റ്സും നല്ലതാണ്. റെഡ് മീറ്റ്സ് ഒക്കെ പ്രഗ്നൻസി ടൈമിൽ വളരെ ഇഫക്റ്റീവ് ആണ്, കാരണം അയൺ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരും. അതെ അപ്പോൾ അതെ റെഡ് മീറ്റ് അത്യാവശ്യം നന്നായി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആസ് യൂഷ്വൽ എല്ലാ ഇതിനും നമ്മൾ പറയാറുള്ളതാണ്. ഉം. കാപ്സും എടുക്കാം. കാപ്സ് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, കാരണം നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഉം, ഉം. പ്രഗ്നൻസി ടൈമിൽ മാത്രം ഷുഗർ വരുന്നവരുണ്ട്. അതെ അത് അതെ അതെ വന്നു കഴിയുമ്പോൾ കുട്ടി ഭയങ്കര തടിയുള്ള കുട്ടിയായിട്ട് വരും. ഉം, ഉം, ഉം. അതായത് സാധാ ഒരു 2.5-3 കിലോ ആണെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അമ്മയുടെ കുട്ടി 4-4.5 kg വരെ വെയിറ്റ് ഗെയിൻ കൂടുതലായിട്ട് വരും. അത് പ്രഗ്നൻസി നമുക്ക് ഡെലിവറി ടൈമിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ അതുകൊണ്ട് കാപ്സിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കുറച്ച് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. പ്രോട്ടീൻ അധികം, കാൽഷ്യം ഉം. അതാണ് കൂടുതൽ കഴിക്കേണ്ടത്. പ്രോട്ടീൻ, കാൽഷ്യം, അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലെ തന്നെ നമ്മൾ പല ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ അതെ. ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ? ഗർഭിണിയാവുന്ന ടൈമിൽ പലർക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതിന് അസോസിയേറ്റഡ് ആയിട്ട് കണ്ടുവരും. ഡൈജഷനൊക്കെ ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷനോ മലബന്ധം വരും, ഉം. മോഷൻ ഭയങ്കര ലൂസായിട്ട് പോകും, ഇങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ പിന്നെ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൈഡ് ഫുഡുകൾ പരമാവധി, റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിലും ഫ്രൈഡ് ഫുഡ്, എണ്ണ പലഹാരങ്ങൾ, ഇതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഫാസ്റ്റ് ഫുഡ് നല്ലതേ അല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ട് നമ്മൾ മാക്സിമം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലിപ്പോൾ എന്ത് ഇറച്ചിയാണെങ്കിലും അത് ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയിട്ടായിരിക്കും. അതെ അങ്ങനത്തെ അതെ അല്ലാണ്ട് നന്നായി വേവിച്ചത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹാഫ് കുക്ക്ഡ് ബേക്കറി ഐറ്റംസ്, അമിതമായിട്ടുള്ള സ്വീറ്റ്, ബ്രെഡ്, ഇതൊക്കെ തന്നെ ചിലപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും ശരീരത്തിൽ. അത് ഇതുപോലെ ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടാക്കാൻ ഒരു ചാൻസ് ആവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ഛർദിൻ്റെ വിഷയം പറഞ്ഞല്ലോ, ആളുകൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും ഈ സമയത്ത് എന്നുള്ളത്. ഇപ്പോൾ ആ ഛർദി മാറ്റാൻ, ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഛർദി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പ്രഗ്നൻസി ടൈമിലുള്ള നമുക്ക് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ വയറൊരു കാളിച്ച ഉണ്ടാവും. അത് കാരണമാണ് ഒരുപാട് ആളുകൾക്കും ഈ ഒരു നോഷ്യ അല്ലെങ്കിൽ എന്ന് ഓക്കാനിക്കാൻ വരുന്നത്. ഉം. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്ന ടൈമിലായിരിക്കും അവർ കൂടുതൽ വരുന്നത്. അപ്പോൾ അതെ അതെ വായൊന്ന് ഗാർഗിൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ആദ്യം ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടെൻഡൻസി ഒന്ന് കുറയും. ഓക്കെ അതുപോലെ വിശക്കുന്ന ടൈമും ഇവർക്ക് മാക്സിമം ഈ ഓക്കാനിക്കാനായിട്ടാണ് തോന്നുക. അപ്പോൾ ഉം. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റായിട്ട് ലഘുവായിട്ടുള്ള, ഇപ്പോൾ കഞ്ഞി അതൊക്കെ നല്ലതാണ്, ബാർലിയുടെ വെള്ളം, വെള്ളം അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ്, ജ്യൂസ്, ഉം. അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വൈറ്റമിൻ സി, ഇപ്പോൾ ഓറഞ്ച് ഇതൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി കൂടില്ല. കുറച്ച് പുളിപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഓരോരുത്തർക്കും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ BHCG അങ്ങനെയാണ് ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പം വളരെ വ്യത്യാസമായിട്ടാണ് കാണിക്കുക. ഇതുവരെ കഴിക്കാത്ത ഭക്ഷണത്തിനോട് ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടും. അതെ അതെ അതുപോലെ കഴിച്ചിരുന്ന ഭക്ഷണം തീരെ പറ്റില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് തോന്നും. എന്താ അത്, തീരെ ഇത് കഴിക്കാത്ത ഒരാളാണല്ലോ, ഇഡ്ഡലി തീരെ കഴിക്കാത്ത ആളാണല്ലോ ഇഡ്ഡലി ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു എന്ന് പറയും. അതെ ചിലർക്കാണെങ്കിൽ ആ ഇഡ്ഡലിയുടെ മണം, അവിടെ കുക്ക് ചെയ്യുന്ന സ്മെല്ല്, ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ നോസിയേറ്റിംഗ് സെൻസേഷൻ തുടങ്ങും. അത് ഓരോ ആളുകൾക്കും ഡിപ്പെൻഡാണ്. ഓക്കെ. ഇപ്പം ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ലോങ് ഡ്രൈവ് ഒഴിവാക്കാം. ഉം. വളരെ സേഫായിട്ട് നമുക്ക് അധികം കുലുക്കോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ട്രാവലിംഗ് ആണ് നല്ലത്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബേബിയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ലോങ് ഡ്രൈവ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഒരുപാട് എക്സസൈസുകൾ, വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറുക, അങ്ങനെയൊന്നും വേണ്ട. എന്ന് വെച്ച് ഫുൾ ടൈം റെസ്റ്റ് എടുക്കണമെന്നും ഇല്ല. ഉം, ഉം. അങ്ങനെ ചിലർ ഫുൾ ബെഡ് റെസ്റ്റ് ഇരിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഓക്കെ ജോലികളൊക്കെ ചെയ്യാം. ഒരുപാട് ഭാരിച്ച പണികൾ, മെയിൻലി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ എക്സസൈസ് പറഞ്ഞതിൽ, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും സിമ്പിളായിട്ട് ഗർഭിണികൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്തൊക്കെയാണ്? ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. അതുപോലെ യോഗ പൊസിഷൻസ്, അത് നമുക്ക് യോഗ മൈൽഡായിട്ടുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ ആസനാസൊക്കെ പറയുമല്ലോ, അതൊക്കെ ചെയ്യാം. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ലിഫ്റ്റിങ്, സ്ട്രെച്ചിങ്, അങ്ങനത്തെ അതൊക്കെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോർമൽ സ്ട്രെച്ചിങ് ഇതൊക്കെ ഓക്കെ. ബാക്കി സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടല്ലോ, അതോ കാർഡിയോ അങ്ങനത്തെ ടൈപ്പ് ഒന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. വെയിറ്റ് ലിഫ്റ്റിംഗ് അതൊക്കെ ഒഴിവാക്കിയിട്ട് നോർമലി സ്ട്രെച്ചിങ് ടൈപ്പ് മൈൽഡായിട്ട്
ഒന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, വാമപ്പ് ചെയ്യുക, അങ്ങനത്തെ എക്സസൈസാണ് നോർമൽ വാക്കിംഗ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും വേണ്ട, മൈൽഡ് ആയിട്ടുള്ളത് ബ്രീതിങ് എക്സസൈസ് മാത്രം റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ഇപ്പം ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു 13 വീക്ക്. ഇതിൽ തന്നെ സ്കാനിങ്ങിൻ്റെ കാര്യമുണ്ട്. നമ്മൾ ഉം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ഇപ്പോൾ നിങ്ങൾ 50 ഡേയ്സിൽ ഹാർട്ട് ബീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 12 വീക്സിൽ NT സ്കാൻ എന്ന് പറയും, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി, അത് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കിടക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അനോമലി സ്കാനിങ് ചെയ്യും. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ മാക്സിമം നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ആണ് യൂഷ്വലി സജസ്റ്റ് ചെയ്യുക. സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് പോകുമ്പോഴാണ് കാൽഷ്യം അതേപോലെ അയൺ. കാരണം നല്ല തോതിൽ തന്നെ നോർമലായിട്ട് ഹീമോഗ്ലോബിൻ ഉള്ളവർക്കും കുറഞ്ഞു വരും. കാരണം കുട്ടി അത് വലിച്ചെടുക്കുന്നുണ്ട്. രക്തയോട്ടം യൂട്രസിലോട്ട് കൂടുതൽ പോകുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി HB കുറയാൻ ചാൻസ് ഉണ്ട്. 10 ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് 9ഉം 8ഉം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയൺ സപ്ലിമെൻറ്റ് ആ സമയത്ത് കൂടുതലായിട്ടും എല്ലാ ഡോക്ടേഴ്സും അനീമിയ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ ബ്ലീഡിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ അയണും കാൽഷ്യവും അധികം സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാനൊരു ചോദിക്കാൻ വിട്ടുപോയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടിയുണ്ടോ? അതാണ് ഫോളിക് ആസിഡ്, B9 എന്ന് പറഞ്ഞ വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. മാത്രമല്ല കുട്ടിയുടെ NT സ്കാൻ ഞാൻ പറഞ്ഞു, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയും, കഴുത്തിൻ്റെ ആ ഒരു നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറയുക, ഇതൊക്കെ തടയാനായിട്ട് പറ്റും ഈ ഫോളിക് ആസിഡ് പ്രോപ്പറായിട്ട് എടുത്തു എന്നുണ്ടെങ്കിൽ. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് ഒരു 2 month ബിഫോർ തന്നെ എടുക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തായാലും എടുത്തിരിക്കണം. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ നട്ടലുണ്ടല്ലോ, സ്പൈന ബൈഫിഡ, സ്പൈന് 2ആയിട്ട് പിളരുന്ന കേസ്, അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫോളിക് ആസിഡ് റെഗുലറായിട്ട് എടുക്കണമെന്ന് പറയുന്നത്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ അയൺ കഴിക്കരുത്. സെക്കൻഡ് ട്രൈമസ്റ്റർ മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അയൺ സപ്ലിമെൻറ്റ്സും കാൽഷ്യം സപ്ലിമെൻറ്റ്സും ഒക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ പിന്നെ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ റെഡ് മീറ്റ്സ് റെഗുലർലി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുട്ട, പാല് റെഗുലറായിട്ട് തന്നെ. ഇനി പാല് നിങ്ങൾക്ക് എടുക്കാൻ അധികം ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പനീർ അതെടുക്കാം. അതേപോലെ തന്നെ തൈര്, 1 കപ്പ് തൈരിൽ ഒരു ദിവസം വേണ്ടത്രയുള്ള കാൽഷ്യം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ 1 കപ്പ് തൈര് ദിവസം എടുത്താൽ തന്നെ ധാരാളം മതിയാവും. നട്ട്സ് റെഗുലർലി എടുക്കാം. പിന്നെ ചിലർക്ക് പ്രഗ്നൻസി ഡെലിവറിയോട് അടുക്കും തോറും ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ പൈൽസിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫൈബർ അധികം അടങ്ങിയിട്ടുള്ള, കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഗുലറായിട്ട്, പ്രോട്ടീൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫൈബർ ബാലൻസ് ചെയ്യാനായിട്ട് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എക്സസൈസുകൾ വല്ലാതെ ചെയ്യേണ്ടെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ എന്തൊക്കെയായിരിക്കും? സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടെ ബ്രിസ്കായിട്ട് തന്നെ ചെയ്യാം. മറ്റേതുപോലെ മൈൽഡായിട്ടല്ല, വാക്കിങ്ങും ചെയ്യാം. ചെറിയ തോതിൽ നമുക്ക് സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ തന്നെ ചെയ്യാം. ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ കുറച്ചുകൂടെ ബട്ടർഫ്ലൈ ടൈപ്പിലുള്ള എക്സസൈസ്, അതേപോലെ ഇന്ത്യൻ ടോയ്ലറ്റ് പൊസിഷൻസ് അധികം ഉപയോഗിക്കും, സ്ക്വാട്ടിങ്, അതൊക്കെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ചെയ്യുക. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വാക്കിങ്ങും സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലാം തന്നെ റെഗുലർലി ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടീൻ്റെ നേരത്തെ പിന്നെ വെയിറ്റിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അത് കൂട്ടി കൊടുക്കാൻ പറ്റും? കുട്ടിക്ക് വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ മെഡിസിൻ കൊടുക്കുന്ന അൽഫ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിനാണ്. നല്ല റിസൾട്ട് തരാറുണ്ട്. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അൽഫ കൊടുക്കുമ്പോൾ യൂഷ്വലി ഇപ്പോൾ 450 ഗ്രാമിന് താഴെ 350 ഗ്രാം, ഇപ്പോൾ 5th മന്തിൽ സ്കാനിങ് എടുക്കുമ്പോൾ ഒരു 500 ഗ്രാമെങ്കിലും വരണം കുട്ടിയുടെ വെയിറ്റ്. അപ്പോൾ 350 അങ്ങനെ വരുന്ന ടൈമിൽ അപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും. ചിലപ്പോൾ അമ്മ കഴിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വെയിറ്റ് കയറുന്നുണ്ട്, എന്നാൽ കുട്ടിക്ക് അത് പ്രോപ്പർ എത്തുന്നുണ്ടാവില്ല. അപ്പോൾ എവിടെയോ ഗ്രോത്ത് ഒന്ന് കുറഞ്ഞ പോലെ. അപ്പോൾ അത് കൂട്ടാനായിട്ട് നമ്മൾ ഇത് എഫക്റ്റീവ് ആവാറുണ്ട് ഈ മെഡിസിൻ. അല്ലാതെ ഇപ്പോൾ അമ്മമാർ പ്രോപ്പർ ഭക്ഷണം കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈപ്പറെമസിസ് ഗ്രാവിഡോറം എന്ന് പറഞ്ഞുവല്ലോ, അതായത് വൊമിറ്റിങ് 4 മാസം കടന്നും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ റെഗുലർലി നോക്കിയിട്ട് IV അവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് സോഡിയം ലെവലൊക്കെ കുറഞ്ഞാലും അത് കുട്ടീനെ ഇതിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ലിക്വിഡായിട്ടെങ്കിലും വൊമിറ്റ് ചെയ്താലും, പിന്നെ പറയാനുള്ളത് ഇതാണ്, ഫുൾ ടൈം വൊമിറ്റിംഗ് ആണെന്ന് പറയും, പക്ഷേ വൊമിറ്റ് ചെയ്താലും
സംതിങ് എന്തെങ്കിലും ചെറിയ രീതിക്കാണെങ്കിലും ഉള്ളിൽ കഴിക്കാനായിട്ട് അതെ ശ്രദ്ധിക്കുക. കാരണം ഫുള്ള് പോകണമെന്നില്ല, ചിലപ്പോൾ കുറച്ചേ പോകുള്ളൂ, കുറച്ച് ബാക്കി നിൽക്കും. അപ്പോൾ ലിക്വിഡായിട്ട് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള ഭക്ഷണം, അങ്ങനെ കുറച്ചുകൂടി ഡൈജസ്റ്റ് ആവത്തക്ക രീതിയിൽ ഫ്രീക്വൻസി കൂട്ടണം. നോർമലി നമ്മൾ കഴിക്കുന്നത് ഒരു 3 നേരം ഭക്ഷണമാണ് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ മീൽസ് 7 ടൈമോ 8 ടൈമോ ആക്കാം. ആ അളവ് കുറയ്ക്കാം. ഒരുപാട് ഒരുപാട് ഒരുമിച്ച് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതെ അങ്ങനെ അതെ കഴിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിടക്കുന്ന ടൈമിലൊക്കെ. എസ്പെഷ്യലി സെക്കൻഡ് ട്രൈമസ്റ്റർ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ 5 മാസം കഴിയുമ്പോൾ കുട്ടിയുടെ ഗ്രോത്തും ഒക്കെ കൂടിയിട്ട് തന്നെ നമ്മുടെ ആ ഒരു വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, ബുദ്ധിമുട്ടുണ്ട്, കംപ്രഷൻ ആവുന്ന പോലെ. അപ്പോൾ ആ ഒരു മീലിൻ്റെ പോർഷൻ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു 6 7 പ്രാവശ്യം ചെറിയ ചെറിയ തോതിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ അതുപോലെ കുട്ടികൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് വെയിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ എന്താ വെച്ചാൽ അതിന് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ, അതിനാണ് ഈ 5th മന്തിൽ അനോമലി സ്കാനിങ് ചെയ്യുന്നത്. സാധാരണ കണ്ടീഷനേക്കാളും വെയിറ്റ് കൂടുന്നത് അമ്മമാർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഷുഗർ വന്നു കഴിയുമ്പോൾ ഈ ഇഷ്യൂസ് വരാറുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ മാക്സിമം ഷുഗർ കട്ട് ചെയ്യണം. ഓ കുട്ടി അങ്ങനെ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ GTT എന്ന് പറയും, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതായത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ PPBS എടുക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ലിക്വിഡ് കംപ്ലീറ്റ് ഗ്ലൂക്കോസ് കലർത്തിയിട്ട് ഒരു ഇത്ര ml കുടിക്കണം. കുടിച്ചിട്ട് അവർ ആ ടെസ്റ്റ് എടുക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും നമ്മൾ. അത് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അതിലറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ്, ഡയബറ്റിക് ആണ്, ബോർഡർ ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കട്ട് ചെയ്യണം. ചിലർക്ക് അങ്ങനെ കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യവും വരാറുണ്ട്. ഓക്കെ. ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞ പോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതുപോലെ പ്രീ തന്നെ എക്ലാംപ്ഷ്യ, പിന്നെ പൈൽസ്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ഗർഭിണികൾക്ക് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണല്ലോ. ഇപ്പം ഈ പറഞ്ഞ എന്താ പറയുക, നമ്മളെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ നമ്മൾ ഷുഗർ പരമാവധി ഒഴിവാക്കണം, പഞ്ചസാര പരമാവധി ഒഴിവാക്കണം. കാപ്സിൻ്റെ അളവും പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഗ്രീൻ ലീവ്സും പ്രോട്ടീനും കാൽഷ്യം, ഇറച്ചി മീൻ മുട്ടയൊക്കെ കൂടുതൽ കഴിക്കാം. എന്നാൽ ഈ കാപ്സിൻ്റെ അളവ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ക്രേവിങ്സ് ഉണ്ടാവും, ചിലർക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ജിലേബി ആണെങ്കിൽ, ലഡു ആണെങ്കിൽ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയല്ലേ ചോദിക്കില്ലേ അവർ, നമുക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹമല്ലേ പറഞ്ഞ് കുറച്ച് അധികം കഴിക്കും. അതെല്ലാം തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ് കണ്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും പിന്നീട് സെക്കൻഡ് ട്രൈമസ്റ്ററോട് ചെല്ലുമ്പോൾ ഡയബറ്റിസ് വരാൻ സാധ്യത കുറവ്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഈ ഗർഭിണികൾക്ക് പൈൽസ് വരുന്നതൊക്കെ നോർമലാണോ? ഗർഭിണികളിൽ ഒട്ടുമിക്ക ആളുകളിലെ ലേഡീസിലും പൈൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടറെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വന്നു കേട്ടോ, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലാണ് ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ ഡോക്ടറെ, അതിന് മുന്നേ വരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെ പറയാറുണ്ട്. അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ വെരിക്കോസ് വെയിനും അതേ തന്നെയാണ്. കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയും, ഡെലിവറി എൻ്റെ 2ാമത്തെ മോളെ പ്രസവിച്ചതിന് ശേഷമാണ് കേട്ടോ എന്ന് പറയും. കാരണം വെയിറ്റ് കൂടുകയാണല്ലോ, നോർമലി നിന്ന് വെയിറ്റ് കൂടുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പല ലേഡീസും നിന്ന് ജോബ് ചെയ്യുന്നവരായിരിക്കും. വെയിറ്റ് കൂടുതലായിട്ട് കുറേ നേരം നിൽക്കുന്ന ടൈമിൽ ഈ ഒരു സിരകളിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു പ്രകൃതം, അതാണ് കൂടുതലായിട്ടും. രക്തോട്ടം പ്രോപ്പർ അല്ല, അവർ എക്സസൈസ് നടത്തം അങ്ങനെയൊന്നും കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ബാക്ക് ഫ്ലോ ഉണ്ടാവില്ല, ഹാർട്ടിലോട്ട് ബാക്ക് ഫ്ലോ ഉണ്ടാവില്ല, അവിടെ തന്നെ പൂൾ ചെയ്ത് കെട്ടിക്കിടക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. അതാണ് ഈ സ്പൈഡർ വെയിൻസ് ആയിട്ടും പിന്നീട് വെരിക്കോസ് വെയിൻ ആയിട്ടും. കാലുകളിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയും. ഇതേ സിരകളിൽ മലദ്വാരത്തിൻ്റെ അവിടെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പൈൽസ് എന്ന് പറയും. പൈൽസും ഒരു വെരിക്കോസ് വെയിന് തന്നെയാണ്. പൈൽസും അതേപോലെ വെരിക്കോസ് വെയിനും രണ്ടും വളരെ കോമൺ ആണ് പ്രഗ്നൻസി ടൈമിൽ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ വാക്കിംഗ്, എക്സസൈസ്, പൈൽസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒപ്പം എന്താ വെച്ചാൽ ഈ അയൺ ഗുളിക കഴിക്കുന്ന ടൈമിൽ പലർക്കും വരുന്നൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും. അയൺ ഗുളിക കഴിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണത്. അയൺ ഗുളിക കഴിച്ചാൽ അപ്പോൾ മോഷൻ ടൈറ്റ് ആവും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ രീതിക്കായിട്ടുള്ള അയൺ ഗുളികകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പറ്റാത്തവർക്ക്, തീരെ പറ്റാത്തവർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹീമോഗ്ലോബിൻ, സീറം ഫെറിറ്റിനോ അങ്ങനെ അയണിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലും പോവാറുണ്ട്. അയൺ ഇഞ്ചെക്റ്റ് ചെയ്ത് അങ്ങനെ HB കൂട്ടാനുള്ള ഒരു ഇത് നോക്കാറുണ്ട്. കാരണം തീരെ പറ്റാതാവുന്ന ടൈമിൽ നമ്മൾ അയൺ കഴിച്ച് കഴിയുമ്പോൾ ചിലർക്ക്, എസ്പെഷ്യലി വോമിറ്റിംഗ് കൂടുതലുള്ളവർക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയൺ സപ്ലിമെൻറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ബ്ലോട്ടിങ്, വയറ് ഇങ്ങനെ വീക്കുക, ഛർദ്ദിക്കാൻ വരിക, വയറ് എരിച്ചൽ, കഴിച്ച ഉടനെ ഓക്കാനിക്കാൻ വരിക, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് കാരണം കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോതിൽ കറക്റ്റായിട്ട്
ഫൈബറും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡോക്ടറെ അടുത്ത് പ്രത്യേകം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് ആ രീതിക്കുള്ളതും അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ചലനം അറിയാനും അതുപോലെ തന്നെ കുട്ടീൻ്റെ വളർച്ച അറിയാനൊക്കെ നമ്മൾ നേരത്തെ അനോമിലസ് സ്കാനൊക്കെ നമ്മൾ അതെ അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കുട്ടീൻ്റെ വളർച്ച അറിയാൻ വേറെ എന്തൊക്കെ ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സ്കാനുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടിയുടെ വളർച്ച പ്രോപ്പറാണോ, കുട്ടി നല്ല രീതിക്കാണോ വളരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തേർഡ് ട്രൈമസ്റ്ററിൽ, തേർഡല്ല ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് ആദ്യത്തെ 3 ആഴ്ച അത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ടൈമിൽ 13 വീക്സിൽ NT സ്കാന് ചെയ്യും. അതായത് കഴുത്തിൻ്റെ ബാക്കിൽ തടിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ കുട്ടിയുടെ മൂക്കൊക്കെ അവർ നോക്കും. മൂക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്സൽ ബോൺ പ്രസൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലുള്ള ക്രോമസോം അബ്നോർമാലിറ്റി ഉണ്ട്, അപ്പോൾ അതില്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ മൂക്കിന് അതന്നെ പറയും, അതിൽ നെയ്സൽ ബോൺ പ്രസൻറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. നെയ്സൽ ബോൺ പ്രസൻറ്റ്, ഇതിൻ്റെ തിക്നെസ് കുറവായിരിക്കണം, 1.5 mm താഴെയായിരിക്കണം. അത് കൂടുതലാണ്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ആ ഒരു തണ്ട് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റിലോട്ട് ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, ഇതൊക്കെ എന്തെങ്കിലും കുട്ടിക്ക് അപാകത ഉണ്ടോ, കുട്ടിക്ക് പ്രശ്നം ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ്. അത് ചെയ്ത് നോക്കും. അതിൽ ഹൈ റിസ്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് ഹൈ റിസ്ക് കാറ്റഗറി കാണിക്കും. അങ്ങനെയുള്ളവരിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും, നമ്മുടെ ആ ഒരു കുട്ടി കിടക്കുന്നത് ആ ഒരു വെള്ളത്തിനുള്ളിലാണ്, അതൊന്ന് അവർ ഇഞ്ചെക്ട് ചെയ്ത് എക്സാമിൻ ചെയ്ത് നോക്കും എന്തെങ്കിലും ക്രോമസോം പ്രശ്നമുണ്ടോ എന്നുള്ളത്. അനോമലി സ്കാനിങ് കറക്റ്റ് ചെയ്യുന്നത് 20 വീക്സിലാണ് ചെയ്യുന്നുണ്ടാവുക. അതിൽ നമുക്ക് കുട്ടിയുടെ ഹാർട്ടിൽ ചേമ്പേഴ്സ് വരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിലുള്ള രക്തയോട്ടം, കൈ കാലിൻ്റെ വിരലുകൾ, കിഡ്നി എല്ലാം പ്രോപ്പറാണോ, ഫങ്ഷനിങ് ആണോ, കുട്ടിയുടെ അനക്കം, മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ നമുക്കതിൽ വിഷ്വലൈസ് ചെയ്ത് അവർ കാണിച്ചു തരും. എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആലോചിക്കുന്നത് മീൻസ് ഓർമ്മ വരുന്നൊരു സാധനമാണ്, നമ്മൾ കുട്ടിയെ ചവിട്ടുക അല്ലെങ്കിൽ എന്താ പറയുക കുട്ടീൻ്റെ അനക്കങ്ങൾ പുറത്തേക്ക് അറിയുക, ചവിട്ടുക, കുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു അതെ അതെ സമയമുണ്ട്. അതെ കാരണം കുട്ടി ഓക്കെ ആണ് എന്ന് അറിയുന്ന സമയത്ത് അതെ നമുക്ക് നല്ലപോലെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനമാണ്. അതെ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഒരു അത് എക്സ്പീരിയൻസ്? ആക്ച്വലി ആദ്യമായിട്ട് ഫീൽ ചെയ്തത് 4th മന്ത് കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ഒരു 5th മന്തിലോട്ട് കിടക്കുമ്പോൾ ആദ്യം ഒരു ബട്ടർഫ്ലൈ സെൻസേഷൻ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ശരിക്കും കുത്തൊന്നും അങ്ങനെ കൈ ആയിട്ടില്ലോ, ചെറുതായിട്ട് എന്തോ ഉള്ളിലൊരു അനക്കം പോലെ അങ്ങനെ. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു, ചെറിയൊരു അനക്കം. പിന്നെ അഗെയിൻ 5th മന്ത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇടയ്ക്ക് ഒരു ഹിറ്റ് തന്നെ കിട്ടും നമുക്ക്. ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഒരു ഹിറ്റ് അങ്ങനെ വരും. ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഹിറ്റ് തന്നെ ആയിരിക്കും ഫുള്ള്. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫുൾ ടൈം നമുക്കറിയാമോ അനക്കം ഫുൾ ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങനെ കൈ മുഴച്ച് വരുന്നത്. ചിലപ്പോൾ നമുക്കത് ഞാൻ വീഡിയോ ഒക്കെ ചില സമയം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കൈ മാത്രം ഇങ്ങോട്ട് മുഴച്ചു. നമ്മൾ സംസാരിക്കുന്നത് ഓരോന്നും കുട്ടി റെസനേറ്റ് ചെയ്യും. കുട്ടി എല്ലാം അത് കേൾക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കുക. പിന്നെ ചില സമയം നമ്മൾ പറയും കുട്ടികളായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഐ മീൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓരോന്നും അവർക്ക് നമ്മുടെ വോയിസ് മാത്രമാണ് അവിടെ ബാസായിട്ട് ഫുൾ കേൾക്കുന്നത്. അതെ നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കും, നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ്, ഓരോ ഇമോഷൻസും കുട്ടീനെ അഫക്റ്റ് ചെയ്യും. അപ്പം ആദ്യം നമുക്കത് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഫീൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 4th മന്ത് കഴിഞ്ഞ് 5th മന്തിൽ ആ ഒരു ടൈമിലാണ് ചെറിയ ഒരു ബട്ടർഫ്ലൈ സെൻസേഷൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഒരു അനക്കം അത് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീലാണ്. ഫുൾ സംതൃപ്തി ആയിട്ടുള്ള ഒരു ഫീലാണ് ആ കുട്ടിയുടെ കിക്ക് കിട്ടുന്ന ടൈമിൽ. എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതെ. എന്താ പറയാ ചിലപ്പോൾ ഇങ്ങനെ തമാശയിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണലുണ്ട്. ഇത് അച്ഛൻ പറയും എന്നെ എന്താ പറയാ എന്നെ പറഞ്ഞിട്ടാട്ടോ എൻ്റെ മോള് കുത്തുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു അവര് തമ്മിലുള്ള ഒരു ബോണ്ട് കൂടുന്ന ഒരു സമയം കൂടിയാണ് ഞാൻ എപ്പോഴും. കാരണം അതിങ്ങനെ കാണിച്ചു കൊടുക്കുക, കൈ അതെ വെച്ച് നോക്കുക അതെ അതെ എന്നൊക്കെ അതെ പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷം തരുന്ന സംശയമാണ്. പക്ഷെ അത് നമുക്ക് ആ കുത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലായ പ്രശ്നമാണ്. പ്രശ്നം തന്നെയാണ്. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടിയുടെ അനക്കം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ കുട്ടി അനങ്ങിയിരിക്കണം. ഉം, ഉം. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ചെറിയൊരു തോതിലെങ്കിലും അതെ അതെ അനക്കം അതെ. വേണം. അങ്ങനെ അനക്കമില്ല എന്നുണ്ടെങ്കിൽ, ഡെലിവറിയോട് അടുത്ത് അനക്കമില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പോയി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ ചിലർക്ക് ഈ പൊക്കിൾ കൊടി എന്ന് പറയും, അത് കഴുത്തിൽ ചുറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നമാവാം. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് ചിലർക്ക് BP കൂടിയിട്ട് അത് കാരണം അമ്മയ്ക്ക് BP കൂടിയിട്ട് അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ അനക്കം നമ്മൾ കൗണ്ട് ചെയ്യണം. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ എത്ര കൗണ്ട് വരുന്നു എന്ന് തന്നെ അവർ ചോദിക്കും. അതായത് എത്ര അനക്കം വന്നു ഉം. ഈ ഒരു 5 മിനിറ്റ്സിൽ 10 മിനിറ്റ്സിൽ എത്ര എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, അനക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നാറുണ്ട്. കാരണം എങ്ങനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിലൊക്കെ പലപ്പോഴും പല ഏരിയസിലും നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്.
അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട് ആളുകൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, പിന്നെ ഗർഭിണികൾ എങ്ങനെയാണ് കിടക്കേണ്ടത്, അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണെന്നുള്ളത്, അതെങ്ങനെയാണ്? അതിൽ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അങ്ങനെ പ്രത്യേകിച്ച് പൊസിഷൻ ഒന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. പക്ഷേ കുട്ടി വളരുന്നതനുസരിച്ച് സെക്കൻഡ് ട്രൈമസ്റ്ററോട് കൂടിയിട്ട് നമ്മൾ കമർന്ന് എന്തായാലും കിടക്കരുത്. അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യും, ഗ്രോത്തിനെ. കമർന്ന് കിടക്കരുത്. അതുപോലെ മലർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെഞ്ചരിച്ചിലും പൊതുവേ സ്ത്രീകളിൽ ഒരു 5-ാം മാസം 6 മാസം കഴിയുമ്പോൾ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ അടുക്കുമ്പോൾ ചിലർ തന്നെ പറയാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുളിച്ച് തേട്ടുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടിയുടെ ഇതും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല പൊസിഷൻ. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അങ്ങനെ. ഇനി അതുപോലെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും വേറൊരു സൈഡിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് കൊടുക്കരുത്. ലാസ്റ്റൊക്കെ ആവുന്ന ടൈമിൽ എണീറ്റിരുന്ന് അടുത്ത് കുറച്ചൊന്നും മെല്ലെ ഇങ്ങോട്ട് തിരിഞ്ഞ് വേണം അങ്ങോട്ട് തിരിയാനായിട്ട്. അങ്ങനെ പെട്ടെന്നൊരു ഷിഫ്റ്റ് കൊടുക്കരുത്. കാരണം വെള്ളം ഫുള്ള് ഉള്ളിലുണ്ട്. അപ്പോൾ അത് കുട്ടിയുടെ ആ ഒരു മൂവ്മെൻറ്റിനൊക്കെ തന്നെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ഗർഭിണികൾ ഡെയിലി എത്ര ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും? ഗർഭിണികൾ ദിവസവും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും 2.5 മുതൽ 3 ലിറ്റർ വെള്ളം തന്നെയാണ് കുടിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ജ്യൂസും അത് ഒക്കെ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ലിറ്റർ അത് ധാരാളം മതിയാവും ഗർഭിണികൾക്ക്. ഫ്രീക്വൻ്റ്ലി യൂറിനേറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ വെള്ളം കൂടി കുറയുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതൊക്കെ കുട്ടീൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഭക്ഷണം, അതായത് ഡയറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരൊക്കെ പ്രഗ്നൻറ്റ് ടൈമിൽ ഒരിക്കലും ഡയറ്റ് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ മെലിയുന്നു, വെയിറ്റ് കൂടുന്നു എന്നുള്ളതല്ല. കുട്ടിക്ക് ദിവസവും ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫുഡിൻ്റെ ഇൻടേക്ക്, ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യരുത്. അത് കുട്ടീനെ സാരമായിട്ട് തന്നെ ബാധിക്കും. കുട്ടിയുടെ വളർച്ചയെ അത് മുരടിക്കും. ഇപ്പോൾ ഡോക്ടറെ നമ്മളൊരു ഹെൽത്തി പ്രഗ്നൻസിക്കും അതുപോലെ തന്നെ കുട്ടിൻ്റെ നല്ലൊരു ഡെലിവറിക്കും വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു 4 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം പ്രോപ്പർ ആയിരിക്കണം. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വിറ്റാമിൻ മിനറലുകളൊക്കെ അധികം അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻ കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള, എന്നാൽ കാർബ്സ് കുറച്ചും ഫൈബറും അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അയൺ റിച്ച് ആയിട്ടുള്ളതും ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചെറിയ തോതിൽ വാക്കിംഗ്, അങ്ങനെ ഫുൾ ടൈം ഇരുത്തം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി ഡെലിവറി ചെയ്യാൻ സഹായിക്കില്ല. അപ്പോൾ ചെറിയ തോതിൽ വാക്കിംഗ്, എക്സസൈസും മസ്റ്റാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം 2-3 ലിറ്റർ വെള്ളം റെഗുലറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ പ്രോപ്പർ ആണോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കാലോറി ഇത്തിരി കൂട്ടിയാണ് കഴിക്കേണ്ടത്. സാധാരണ കഴിക്കുന്നതിൽ നിന്നും കുറച്ച് കൂട്ടിയാണ് കഴിക്കുന്നത്. എന്നാൽ 2 ആളുടെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട. ഇപ്പോൾ എന്നും ഇപ്പോൾ ഒരു 1500 കിലോ കാലറി ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 500 കിലോ കാലറി കൂട്ടി കഴിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫോളിക് ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള, ഫോളേറ്റ്സ് അധികം അടങ്ങിയിട്ടുള്ള ഇലക്കറികളും ചീരകളും കഴിക്കണം. ഇനി എല്ലാം അതിലൂടെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് മസ്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അയണും കാൽഷ്യവും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതെല്ലാം ഭക്ഷണത്തിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, അത് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുക്കണമെന്ന് പറഞ്ഞ്. ഓക്കെ. ഇപ്പം ഗർഭിണികൾ ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ചില മെഡിസിൻസ്, നമ്മളിപ്പോൾ ജലദോഷമോ അല്ലെങ്കിൽ പനിയോ ത്രോട്ട് ഇൻഫെക്ഷൻസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. ഇങ്ങനെ അസുഖങ്ങൾ വരുന്ന ടൈമിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ നമ്മൾ സ്വയം മെഡിസിൻസ് എടുക്കാൻ പാടില്ല. കാരണം ചില മെഡിസിൻസിന് ടെറോട്ടോജനിക് ഇഫക്റ്റ് എന്ന് പറയും. കുട്ടിയുടെ ആ ഒരു ഗ്രോത്തിനെ ജനിതകപരമായിട്ട് തന്നെ മാറ്റാൻ കഴിവുള്ള മെഡിസിൻസ് ആയിരിക്കാം. ആൻറ്റിബയോട്ടിക്കോ അങ്ങനെ ഒന്നും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കരുത്. അതാണ് ആദ്യം ചെയ്യുന്ന തെറ്റ്. രണ്ടാമത് ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്. പ്രഗ്നൻസി ടൈമിൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ് പരമാവധി അവോയ്ഡ് ചെയ്യണം. സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസും വാക്കിങ് അങ്ങനെ മൈൽഡ് സ്ട്രെച്ചിങ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഓവർ വെയ്റ്റ് ലിഫ്റ്റിങ്, അമിതമായിട്ടുള്ള ഭാരം എടുത്തുകൊണ്ടുള്ള എക്സസൈസ് ചെയ്യരുത്. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് പറ്റുന്നൊരു തെറ്റെന്ന് പറയുന്നത് സ്കാനിങ്ങുകൾ അവോയ്ഡ് ചെയ്യുന്നത്. സ്കാനിങ് ഇപ്പോൾ എന്തിനാ, ഇപ്പോൾ ഒരു സ്കാൻ ചെയ്തില്ലേ അത് പോരോ, കുട്ടി ഡെലിവർ ആകുമ്പോൾ ആയിക്കോളും എന്ന് വിചാരിച്ച് സ്കാനിങ്ങുകളും ആൻറ്റിനേറ്റൽ വിസിറ്റുകളും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും ഒഴിവാക്കുന്നതും പ്രഗ്നൻറ്റ് ലേഡീസിന് വരുന്ന ഒരു മിസ്റ്റേക്കുകളാണ്. 3 മേജർ മിസ്റ്റേക്സ് ആണ്.
ഓക്കെ. ഇപ്പോൾ ആളുകൾക്കൊക്കെ കൺഫ്യൂഷനാണ്. ഒരുപാട് സ്കാനിങ് എടുക്കണോ? വേണ്ടേ? എത്ര സ്കാനിങ് മന്ത്ലി എടുക്കണം? എന്നുള്ളതൊക്കെ. ഇപ്പോൾ ടോട്ടൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എത്ര സ്കാനിങ് നമ്മൾ ചെയ്യേണ്ടി വരും? ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി 3 to 4 സ്കാനിംഗ് ആണ് നോർമലായിട്ട് ആവശ്യം വരുന്നത്. ആദ്യം നമ്മൾ 52 ഡേയ്സിൽ ഹാർട്ട് ബീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഒരു സ്കാൻ ചെയ്യും. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റിൽ NT സ്കാൻ എന്ന് പറഞ്ഞ് നേസൽ ബോൺ മൂക്കിൻ്റെ ആ ഒരു ഇതൊക്കെ പ്രസൻ്റ് ആണോ, തണ്ടൊക്കെ പ്രസൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കാനാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ലാസ്റ്റിൽ 13ാമത്തെ ആഴ്ചയിൽ ചെയ്യുന്നത്. പിന്നെ 20ാമത്തെ ആഴ്ചയിൽ ചെയ്യുന്ന അനോമലി സ്കാനിങ് അത് മസ്റ്റാണ്. അതേപോലെ 32ാമത്തെ ആഴ്ചയിൽ ആ ഒരു തേർഡ് ട്രൈമസ്റ്ററോട് അടുക്കുന്ന ടൈമിൽ നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് വെയിറ്റൊക്കെ പ്രോപ്പറായിട്ടാണോ ഗെയിൻ ചെയ്തിരിക്കുന്നത്, പിന്നെ പൊക്കിൾ കൊടി ചുറ്റ അങ്ങനത്തെ പ്രശ്നമുണ്ടോ, ഇനി വെള്ളം കുറവോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് 32 വീക്സിലും സ്കാൻ മസ്റ്റാണ്. അങ്ങനെ ഒരു 3 മുതൽ 4 സ്കാനിങ് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഗർഭിണികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു സാധനമാണ് ഈ വാക്സിൻ എടുക്കുന്നതിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. കാരണം അത് വേണോ? വേണ്ടേ? എന്നുള്ളതൊക്കെ പലപ്പോഴും അവർക്ക് കൺഫ്യൂസ്ഡ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് എന്തിനോ വേണ്ടിയിട്ട് നിർബന്ധം ചെയ്യിപ്പിക്കുകയാണോ എന്നുള്ള സാധനമൊക്കെ. ശരിക്കും ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ വാക്സിൻസ് എടുക്കേണ്ടി വരും? യൂഷ്വലി വാക്സിൻ എടുക്കാൻ പറയുന്നത് TT വാക്സിൻസ് ആണ് യൂഷ്വലി എടുക്കാൻ പറയുന്നത്. അതിൻ്റെ ഒരു സിംഗിൾ ഡോസ് അതേപോലെ ബൂസ്റ്റർ ഡോസും ആണ് എല്ലാ ആളുകൾക്കും ജനറലി സജസ്റ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ വാക്സിൻസുകൾ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അത് വേണോ വേണ്ടയോ, ഓപ്ഷണലായിട്ടുള്ളതാണ്. ഇത് മസ്റ്റായിട്ട് എടുക്കാം. കാരണം ഇപ്പോൾ ഡെലിവറിയോടെ എടുക്കുമ്പോൾ നോർമൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ സിസേറിയൻ ആവാം. അപ്പോൾ മേ ബി പിന്നെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ TT ഒക്കെ നമ്മൾ വേറെ എപ്പോഴെങ്കിലും എടുത്തതായിരിക്കും. ഒരുപാട് കാലമായിട്ടുണ്ടാകും. ഒരു 6 മാസം മുന്നെയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബൂസ്റ്റർ ഡോസ് മാത്രമേ എടുക്കുള്ളൂ. ചിലപ്പോൾ വർഷങ്ങളായെന്നുണ്ടെങ്കിൽ ഒരു ഡോസും പിന്നെ ബൂസ്റ്റർ ഡോസ് TT ആണ് മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യാറ്. അതല്ലാതെ ലൈവ് വാക്സിൻസ് ഒന്നും തന്നെ പ്രഗ്നൻറ്റ് ടൈമിൽ സജസ്റ്റ് ചെയ്യാറില്ല. ലൈവ് വാക്സിൻസ് ഇൻ ദ സെൻസ് വൈറസിനെ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ലൈവ് വാക്സിൻസ് ഉണ്ടാവുമല്ലോ, അതെ, അതെ. ബാക്ടീരിയകൾ, അത് കുട്ടിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ലൈവ് വാക്സിൻസ് മാക്സിമം അവർ പ്രഗ്നൻറ്റ് ടൈമിൽ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പം പലപ്പോഴും സ്ത്രീകൾക്കുള്ള കൺഫ്യൂഷനാണ്. പിന്നെ പലപ്പോഴും ചോദിക്കുന്നതുമാണ് ഈ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജുകളും. ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് നോർമലാണോ? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചില സ്ത്രീകളിൽ ബ്ലീഡിങ് നോർമലാണ്. അതിലൊരു കണ്ടീഷനാണ് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസത്തിൽ ചിലർക്ക് ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയും. അതായത് ബേബി നോർമൽ ഹെൽത്തി ആയിരിക്കും, പക്ഷേ ബ്ലീഡിങ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവരിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ പിൽസ് അതും കൂടെ സജസ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായാലും ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ആയി കിട്ടും. പിന്നെ ചില കണ്ടീഷനിൽ പ്ലാസെൻ്റ പ്രീവിയ എന്ന് പറയും. അതായത് കുട്ടി ഉള്ളിലിരിക്കുന്ന ഒരു സാക്ക് പോലെ, അതാണ് ഈ പ്ലാസെൻ്റ എന്ന് പറയുന്നത്. ഈ പ്ലാസെൻ്റ ചിലർക്ക് വന്ന് ഫിക്സ് ആവണത് നമ്മുടെ ഈ ഗർഭപാത്രത്തിൻ്റെ ലാസ്റ്റ് എൻഡ് പോർഷനിൽ സെർവിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും അവർക്ക് ഈ പ്ലാസെൻ്റ ഉണ്ടാവുക. അതാണ് പ്ലാസെൻ്റ പ്രീവിയ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ കുട്ടി വളരും തോറും ബ്ലീഡിങ്ങുകൾ സ്പോട്ടിങ് പോലെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളവരിൽ നമ്മൾ കൂടുതലായിട്ടും ബെഡ് റെസ്റ്റും പറയാറുണ്ട്. അതേപോലെ ഇവർ നോർമലി തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബേബി ഡെലിവറി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് ബ്ലീഡിങ് വരാൻ വളരെ അധികം ചാൻസസ് ഉണ്ട്. ഈ പ്ലാസെൻ്റ പ്രീവിയ എന്ന് പറഞ്ഞ കേസസിൽ ആൻറ്റീരിയർ മുകളിലോട്ടാണ് പ്ലാസെൻ്റ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഇവർക്കത് താഴിലോട്ട് വന്ന് അറ്റാച്ച് ആകും. കുട്ടിയുടെ ഇത് എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ താഴെ വന്നിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അത് റെയർ കേസസ് ആണ്, പക്ഷെ അങ്ങനെ ബ്ലീഡിങ് വരുന്നതും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ഈ വെള്ളം വരുന്ന സിറ്റുവേഷൻ എന്തോ ഒരു യൂറിൻ പോകുന്ന പോലെ ആണെന്നാണ് ആളുകൾ പറയാറുള്ളത്. ഈ വെള്ളം പോകുന്നത് നോർമലാണോ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്? ഇല്ല, വെള്ളം പോകുന്നത് നോർമൽ അല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലാസെൻ്റ എന്ന് പറഞ്ഞല്ലോ, ആ സാക്കിനുള്ളിൽ ഒരു വെള്ളത്തിനുള്ളിലാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും അതും അതേപോലെ തന്നെ ആ ഒരു ഫ്രിക്ഷനൊന്നും ഇല്ലാതെ അതൊരു സേഫായിട്ട് വെച്ച് ഒരു കുഷൻ പോലെയാണ് സൂക്ഷിക്കുന്നത്. ഈ വെള്ളം ശരിക്കും ബ്രേക്ക് ആവുന്നത് ഡെലിവറിയോട് അടുത്താണ് വെള്ളം പൊട്ടി പുറത്ത് വരുന്നത്. അതിന് മുന്നേ അത് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീ ടേം ഡെലിവറിക്ക് ചാൻസ് ഉണ്ട്. അതായത് കുട്ടി മാസം തികയാതെ തന്നെ മുന്നേ തന്നെ ജനിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് എമർജൻസി ആയിട്ട് തന്നെ കാണിക്കേണ്ടതാണ്. കാരണം ഡെലിവറി ടൈമിൽ നാച്ചുറൽ ഡെലിവറി പെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലർ AROM എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ റപ്ചറിങ് ഓഫ് മെംബ്രെയിൻ, ആർട്ടിഫിഷ്യലായിട്ട് മെംബ്രെയിൻ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെയാണ് പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറിയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ വെള്ളം പോകുന്നത്, ഒരുപാട് വെള്ളം പോലെ അങ്ങനെ പോകുന്നത് നോർമലുള്ള കാര്യമല്ല. അത് എമർജൻസി ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇപ്പോൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ കാല് മുഖത്തൊക്കെ നീര് കാണാറുണ്ടല്ലോ, അത് നോർമലാണോ? കാലിലും മുഖത്തിലും നീര് കാണാറുണ്ട്. അത് എല്ലാ കേസസിലും നോർമൽ അല്ല. അതിൻ്റെ കൂടെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ BP ഉണ്ടെന്നുണ്ടെങ്കിൽ
അവർക്ക് കുട്ടി പ്രീ ടേം ആയിട്ട് മുന്നേ ഡെലിവർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഓക്കെ. ഫിറ്റ്സ് വരാനുള്ള ചാൻസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നീര് വരുന്നത് വെയിറ്റ് കൂടുന്നതോടനുബന്ധിച്ച് ചിലർക്ക് കാലിലും ഈ മുഖത്തിലൊക്കെ വരും, ചെറിയ തോതിൽ വരും, അമിതമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബി പിയും കൂടുതലാണ്, യൂറിനിലെ പ്രോട്ടീൻ്റെ കണ്ടൻ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രീ എക്ലാംഷ്യ എന്ന് പറയും. പ്രഗ്നൻസിയോടനുബന്ധിച്ച് ഡെലിവറിയോടനുബന്ധിച്ച് അവർക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് ചിലപ്പോൾ നോർമൽ ഡെലിവറി അവർ ഓപ്റ്റ് ചെയ്യില്ല, കുട്ടി മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ കുറച്ചുകൂടി മുന്നേ തന്നെ അവർ CS ചെയ്തെടുക്കാറാണ് പതിവ്. ഓക്കെ. ഇപ്പോൾ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് സെക്സ് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പോസിബിളാണ്. ഈവൻ ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഈ ഓക്സിറ്റോസിൻ ഇസ് എ ലവ് ഹോർമോൺ. ഓക്കെ. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ നമുക്കത് ഡൈലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെർവിക്സ് ഡൈലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഹസ്ബൻഡായിട്ട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിളാണ്. ഫോർപ്ലേ ഇതൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അത് കൂടുതൽ ഈ ഓക്സിറ്റോസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഡയലറ്റേഷൻ പോസിബിളാണ്. ചിലർക്ക് ഇപ്പോൾ ഇത്ര സെൻറ്റിമീറ്ററേ വന്നിട്ടുള്ളൂ, ഇത്ര സെൻറ്റിമീറ്റർ ഡയലറ്റേഷൻ ഇല്ല എന്നൊക്കെ പറയുമല്ലോ. പോസിബിളാണ്. സേഫസ്റ്റ് മോഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോർമൽ മെത്തേഡിൽ ചെയ്യുന്ന കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും, കുട്ടിയുടെ ഇതിന് എഫക്റ്റ് ആവും. ഡീപ്പ് പെനിട്രേഷൻസും അങ്ങനത്തെ പൊസിഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ നോർമലായിട്ടുള്ള രീതിയിൽ എന്തായാലും പറ്റുന്ന ഒന്നാണ്. അതിന് പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ആക്കണമെന്ന് ഒരു ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഓക്സിറ്റോസിൻ അതെ, പറഞ്ഞ അതെ, അതെ. ലവ് ഹോർമോൺ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ഒരു പ്രോസസ്സാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ നിർബന്ധമായിട്ട് കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ നിർബന്ധമായിട്ട് കരുതേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ യൂഷ്വൽ ഡ്രസ്സസും കാര്യങ്ങളും അതൊക്കെ. അതിൻ്റെ കൂടെ നമുക്ക് നാപ്കിൻസ് ആവശ്യം വരും. കാരണം ആഫ്റ്റർ ഡെലിവറി ബ്ലീഡിങ്ങും കാര്യങ്ങളും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നാപ്കിൻസ് പ്രോപ്പറായിട്ട് ഇതാക്കുക. പിന്നെ കുട്ടിക്ക് റാപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഇത്. പിന്നെ നമ്മുടെ ഫയലുകൾ, അതായത് ഇതുവരെയുള്ള ചെക്കപ്പ്. ചിലപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു ഡോക്ടറുടെ അടുത്താവാം, ഡെലിവറി വേറൊരു ഡോക്ടറുടെ അടുത്താവാം, ഹസ്ബൻഡിൻ്റെ വീട് വേറെ എവിടെയും അല്ലെങ്കിൽ ഉമ്മയുടെ വീട് വേറെ എവിടെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കൺസൾട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട്, ബ്ലഡ് ടെസ്റ്റ് എടുത്തത്, സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്. കാരണം പലർക്കും ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ ഡോക്ടർക്ക് അറിയണമെന്നില്ല. ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ എമർജൻസി ആയിട്ട് നമ്മളെ കാണുന്ന ഡോക്ടർ ആ ടൈം അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജനറലായിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നീഡ്സ് ആയിട്ടുള്ളത് അത് എപ്പോഴും റെഡി ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കാം. നമുക്ക് എന്തായാലും ആവശ്യം വരും. അതുകൊണ്ട് അത് ലാസ്റ്റ് വീക്ക് അതെ, പെയിൻ എപ്പോഴാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്ത് റെഡി ആയിട്ട് തന്നെ വെക്കുക. നമ്മുടെ ഒരു 3 സെറ്റ് ക്ലോത്തും അതേപോലെ ബേബിക്ക് ആവശ്യമുള്ളത്, മെയിലോ ഫീമെയിൽ വാട്ട് എവർ ബി, ടവലും റാപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് നല്ലതാണ്, എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രസവം അടുത്ത് എന്ന് കാണുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും? അതെ, പ്രസവം അടുത്തു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഷോ എന്ന് പറയും. അതായത് ചിലർക്ക് പെയിൻ വരുന്നുണ്ട്. ഈ പെയിൻ വരുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ നമുക്ക് ക്ലാസ്സസ് എടുത്ത് തരുന്നുണ്ട്, ആൻറ്റിനേറ്റൽ ക്ലാസ്. അതായത് പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ അവർക്ക് എങ്ങനെയായിരിക്കും പ്രസവ വേദന, എന്താണ്, കംപ്ലീറ്റ് ടീച്ചിങ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഒരു ഡോക്ടറുടെ അടുത്ത്, കാരണം ഇപ്പോൾ ഒരു വേദന വന്നു, ഇന്നലെ രാത്രി ഒരു വേദന വന്നു, ഇന്ന് രാവിലെ ഒരു ഇത് വേദനയാണോ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. അബ്രോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കൺട്രീസിലും വേദന സിവിയർ ആവുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് തന്നെ അവർ അഡ്മിറ്റേ ചെയ്യുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ നേരത്തെ ഒരു വേദന പെയിൻ വരുമ്പോഴേക്കും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യലില്ല, അതിൻ്റെ സിവിയാരിറ്റി നോക്കും. അതായത് ഒരു വേദന 5 മിനിറ്റ്സിനുള്ളിൽ എങ്ങനെ, 1 മിനിറ്റിനുള്ളിൽ എത്ര തവണ പെയിൻ വന്നു, അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ സിവിയാരിറ്റി എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും അഡ്മിഷൻ അതിലേക്ക് അവിടെയൊക്കെ പോകേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് അത് ഫസ്റ്റ് ആയിരുന്നു ഷോ എന്ന് പറയുന്ന ഒന്നാണ്. അതായത് വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ബ്ലഡ് കലർന്നിട്ട് വരാം, അതിന് ഷോ എന്ന് പറയും. അത് ഡെലിവറി ടൈം ആയി എന്നുള്ളതിൻ്റെ അടയാളമാണ്. പെയിന് വിട്ട് വരുന്നുണ്ട്, ഒരു ഹാഫ് ആൻ അവർ 1 അവർ വൺസ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ഡെലിവറിയോട് അടുത്തു എന്നുള്ളതിൻ്റെ സിഗ്നൽ തന്നെയാണ്. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ നോർമൽ ഡെലിവറി ഉണ്ട്, സിസേറിയൻ ചെയ്യാറുണ്ട്. ഇപ്പം നോർമൽ എപ്പിഡ്യൂറൽ ഉണ്ട്, പെയിൻലെസ് ഡെലിവറി ഉണ്ട്. ഇപ്പം നമുക്ക് വളരെ നോർമൽ ഡെലിവറി ആണ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാവാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും
അതിന് നമ്മൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രോപ്പറായിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ പണ്ടുള്ള ആളുകൾ പറയുമല്ലോ കുനിഞ്ഞ് നിവർന്ന് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി അത് ഒരു ഇതിന് ഓക്കെ തന്നെയാണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ, ഇന്ത്യൻ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഇല്ലാതെ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ, സ്ക്വാറ്റിംഗ് പൊസിഷൻ കൂടുതലായിട്ടും കുട്ടിയുടെ തല തിരിഞ്ഞ് വരിക, പ്രോപ്പറായിട്ട് ആ പൊസിഷനിലിരിക്കുക, അതൊക്കെ ഡയലറ്റേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത്യാവശ്യം മസിൽസൊക്കെ അതേപോലെ തന്നെ ആ ഒരു ബോൺസ് റിലാക്സ് ചെയ്ത് ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ എക്സസൈസുകൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതലായിട്ടും വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ല, ഇതുപോലെ സ്ക്വാറ്റ്സ് ചെയ്യുക, സ്റ്റെപ്പ് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുനിഞ്ഞും അങ്ങനെയൊക്കെ ചെയ്യുന്നതും ബെൻഡിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വാക്കിംഗ് മസ്റ്റായിട്ട് 1 മണിക്കൂർ വാക്കിങ്ങും നിർബന്ധമാക്കാം. ഓക്കെ. എപ്പോഴാണ് ശരിക്കും ഒരു സിസേറിയൻ വേണമെന്ന് പറയാറുള്ളത്? ശരിക്കും എല്ലാ കേസസിലും സിസേറിയൻ്റെ ആവശ്യം വരില്ല. പലപ്പോഴും അത് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു നീഡായിട്ടാണ് മാറുന്നത് ഈ സിസേറിയൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് സിസേറിയൻ ചെയ്യാന്ന് പറയുന്നത് കുട്ടിക്കോ അമ്മയ്ക്കോ കോംപ്ലിക്കേഷൻ ആകുമ്പോഴാണ് നമ്മൾ സിസേറിയനിലോട്ട് പോകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ വെള്ളം പോയി, കംപ്ലീറ്റ് പോയി, പെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എമർജൻസിയാണ്. അതേപോലെ തന്നെ മെക്കോണിയം, അതായത് മഷി ഇറക്കുക എന്ന് പറയും. കുട്ടി ചിലരിപ്പോൾ ഡേറ്റ് തെറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് അവർക്ക് ഓർമ്മയുണ്ടാവില്ല, തെറ്റിപ്പറയും. അങ്ങനെ വരുന്ന ടൈമിൽ 1-2 ആഴ്ച അപ്പുറത്ത് പോകും. ആ ടൈമിൽ കുട്ടി ഉള്ളിൽ മഷി ഇറക്കിയെന്നുണ്ടെങ്കിൽ അത് എമർജൻസി സിസേറിയൻ ആണ്. അങ്ങനെ അതല്ലാതെ നമുക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സിസേറിയനിലോട്ട് പോകണമെന്ന് ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് ടൈം ആവുന്ന ചിലരെന്താ വെച്ചാൽ നോർമൽ ഡെലിവറിയുടെ പെയിനും സഹിക്കും, സിസേറിയൻ അതെന്താ വെച്ചാൽ ലാസ്റ്റ് ആവുന്ന ടൈമിൽ അവർ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി ആ വഴി ഇറങ്ങുന്നവരെ ഹാർട്ട് ബീറ്റ് എപ്പോഴാണോ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ലോ ആവുന്നത് റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അതവർ സിസേറിയൻ പറയാറുണ്ട്. അല്ലാതെ പക്ഷം നമുക്ക് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഡയലറ്റേഷൻ ഇത്രയും കറക്റ്റ്, ഇപ്പോൾ പെയിനിന് അവർ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, പെയിനും വന്ന് പോകുന്നുണ്ട്, കുട്ടി ഹാർട്ട് ബീറ്റ് നോർമലാണ്, പൊസിഷൻ നോർമലാണ്, കുട്ടി പെയിൻ അത്യാവശ്യത്തിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിസേറിയനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നോർമൽ ഡെലിവറി തന്നെ പോസിബിൾ ആണ്. ഓക്കെ. ഇപ്പം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആളുകൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള വഴിയുണ്ടോ? ഉണ്ടല്ലോ. പണ്ടത്തെ ആളുകൾ പറഞ്ഞത് അറിയില്ലേ, വയറ് ഇങ്ങനെ താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ പെൺകുട്ടിയാണ്, വയറ് മുകളിലോട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉരുണ്ടിട്ടാണെങ്കിൽ ആൺകുട്ടിയാണ്. അത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ടിൻസ് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്നുണ്ടോ? ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ വയറ് ഒന്നുകൂടെ ഇങ്ങനെ കുടം പോലെ ഉണ്ടാവും. അങ്ങനെ ആണാണോ പെണ്ണോ വയറ് വെച്ചിട്ട് പണ്ടത്തെ ആളുകൾ തീരുമാനിക്കുമല്ലോ. അതൊക്കെ ജസ്റ്റ് ഒരു മിത്സാണ്. അങ്ങനെയൊന്നും നമുക്കൊരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കുട്ടിയുടെ സെക്സ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്. ഒരിക്കലും നമ്മളിപ്പോൾ അനോമലി സ്കാനിൽ നമ്മൾ ആദ്യം തപ്പുന്നത് അങ്ങനെ ഇരിക്കും. കാലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കുന്നുണ്ടാവും. നമ്മൾ സ്കാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും പറയില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ അബ്രോഡ് കൺട്രീസിൽ ഫസ്റ്റ് 3 വീക്സ് കഴിയുമ്പോൾ തന്നെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ തന്നെ അവരത് ഓപ്പൺ ആയിട്ട് പറയും. നമ്മുടെ ഇതിൽ അങ്ങനെ സെക്സ് റിവീലിംഗ് ഇല്ല. പിന്നെ വയറിൻ്റെ സൈസും അതേപോലെ കുട്ടി ആണാണോ പെണ്ണാണോ സെക്സ് ഡിറ്റർമിനേഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അത് അമ്മമാരുടെ യൂട്രസിൻ്റെ ഒരു പ്രകൃതമാണ്. ചിലർക്ക് റിട്രോവേർട്ടഡ് യൂട്രസ് എന്ന് പറയും. യൂട്രസ് കുറച്ചുകൂടെ പിന്നാലെ ഉള്ളതായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടി മുന്നിലുള്ളതായിരിക്കും. ഇതും അവർ ഗെയിൻ ചെയ്യുന്ന വെയിറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വയറിൻ്റെ ഷേപ്പ് വരുന്നത്. ആ ഷേപ്പും കുട്ടിയുടെ സെക്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുപോലെ കുട്ടി വെളുക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? കുട്ടി വെളുക്കാൻ വേണ്ടി ദിവസവും കുങ്കുമപ്പൂ പാലിലിട്ടിട്ട് അത് റെഗുലറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ സാഫ്രോൺ കുട്ടി അങ്ങനെ നല്ല ഏത് കറുത്ത എത്ര ബ്ലാക്ക് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിലും കുട്ടി അങ്ങോട്ട് വെളുത്ത് വരും. ഇത് നമ്മൾ സാധാരണ കേട്ടുള്ളതാണല്ലോ അല്ലേ. അതും സയൻറ്റിഫിക്കലി അത് ഒരു നില്ലായിട്ടുള്ള ഒന്നാണ്, സയൻറ്റിഫിക്കലി പ്രൂവനേ അല്ല. കുട്ടിയുടെ നിറം എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് നമ്മൾ കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ സ്പേമും ഓവും ഫ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡിസൈഡ് ആവുന്ന ഒന്നാണ് ഈ ഒരു കുട്ടിയുടെ നിറം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടയിൽ വെച്ച് കുറച്ച് ഭക്ഷണം കൂട്ടി കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ പാലിലിട്ട് കുടിച്ചത് കൊണ്ടോ കുട്ടിയുടെ നിറം മാറില്ല. അച്ഛനോ അമ്മയോ അല്ല അച്ഛൻ്റെയോ അമ്മയുടെ നിറം വരാം, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ നിറം വരാം. ഇറ്റ് ഡിപ്പെൻസ്. അത് കുടിച്ചത് കൊണ്ട് ഒരു കുട്ടിക്ക് നിറം ഇന്നേ വരെ കൂടിയിട്ടില്ല. പിന്നെ സാഫ്രോൺ കുറച്ചുകൂടെ നല്ലതാണ്, ഹെൽത്ത് വൈസ് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടിൻ്റെ ബ്ലഡും അമ്മൻ്റെ ബ്ലഡും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടീൻ്റെയും അല്ല അമ്മൻ്റെയോ ഹെൽത്തിന് ദോഷമാണ്, മരണം വരെ സംഭവിക്കാമെന്നുള്ളത്. അത് ശരിയാണോ? ഇല്ല, അതൊരു ഇൻഫർമേഷൻ തെറ്റായിട്ട് കിട്ടിയ ഒന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ RH ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയും.
അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. അതും കുട്ടിക്കോ ആ അമ്മയ്ക്കോ അല്ല പ്രശ്നം, രണ്ടാമത് ജനിക്കാൻ പോകുന്ന കുട്ടീനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടി ഇപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുട്ടി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ശേഷം തന്നെ, അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഒരു ഇഞ്ചക്ഷൻ അവർ എടുക്കും. അതെടുത്ത് കഴിയുമ്പോൾ അത് അടുത്ത കുട്ടിയുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യില്ല. അല്ലാതെ അമ്മയുടെയും കുട്ടിയുടെയും വേറെ വേറെ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട്, ഐ മീൻ എ ബിയോ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം ആയതുകൊണ്ടൊന്നും ഒരിക്കലും അത് രണ്ടുപേരുടെ ആരോഗ്യത്തിനെയും എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഗർഭിണികൾക്ക് ഇതേ നമ്മൾ സംസാരിച്ചിട്ട് അവരെ കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടിയുടെ ബുദ്ധി വികാസത്തിനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായിട്ട് നമ്മൾ നട്ട്സിലെ വാൾനട്ട്, ഉം. അത് നമ്മൾ ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയും. വാൾനട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ പോലെ തന്നെയാണ്. അതെ. സോ അത്രയ്ക്കും അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വാൾനട്ട് എന്ന് പറയുന്നത്. സോ അത് റെഗുലറായിട്ട് എടുക്കാം. പിന്നെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ആകുന്ന ഒന്നാണ് ഫോളിക് ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചീരകളും അതുപോലെ ഇലക്കറികളും ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. പൊമിഗ്രനേറ്റ് വളരെയധികം നല്ലതാണ്. പൊമിഗ്രനേറ്റ്, ബീട്രൂട്ട്, ഇതെല്ലാം തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായകരമാക്കുന്ന ഒന്നാണ്. ഇപ്പം ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റേറ്റ് ചെയ്ത് കൊടുത്താലോ? തീർച്ചയായിട്ടും ഇഡ്ഡലി, സാമ്പാർ, അതിലൊരു മുട്ടയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പുട്ടും കടലക്കറിയും. പുട്ടും കടലക്കറിയും കാപ്സും പ്രോട്ടീനും മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ ഫൈബറും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പിന്നെ ഓട്സ്, പഴങ്ങൾ, നട്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓട്സ്, പഴങ്ങൾ, നട്ട്സ് നമുക്ക് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അതിൽ തന്നെ പ്രോട്ടീൻ മിസ്സിംഗ് ആണ്. പ്രോട്ടീനും കൂടെ ആണെങ്കിൽ നമുക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ബ്രെഡും ചായയും 0 ഔട്ട് ഓഫ് 10. മൈദ, ഷുഗർ, മിൽക്ക് ടീ കോമ്പിനേഷൻ 0 ഔട്ട് ഓഫ് 10. ഓക്കെ. പിന്നെ ഫ്രൂട്ട്സ് പ്ലസ് എഗ്ഗ് ഒരു സാലഡ് പോലെ കഴിക്കുകയാണെങ്കിലോ? 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അത് വളരെ എഫക്റ്റീവാണ്. കാരണം ഫ്രൂട്ട്സ് അതിൽ തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും കൂടുതലാണ്. മാത്രമല്ല ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റും അത്യാവശ്യം ഉണ്ടാവും. അതിൽ ഗ്രീൻസ് അങ്ങനത്തെ കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാലഡ് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പ്ലസ് ഫൈബർ അങ്ങനെ റിച്ച് ആയിട്ട് വരും. അത് വളരെ എഫക്റ്റീവാണ്. ഓക്കെ. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോൾ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, താഴെ കാണുന്ന നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറുണ്ട്, ഡോക്ടറുടെ നമ്പറുണ്ട്, നിങ്ങൾക്ക് അതിൽ പിന്നെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ ജുമാന ഹസീനാണ്. ഏതായാലും ഡോക്ടറോട് വെരി ബിഗ് താങ്ക് യു. കാരണം അത്രത്തോളം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം. താങ്ക് യു.